ആരൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞോ? വന്നു മക്കളെ, വന്നു, ലിസ്റ്റ് വന്നു, പ്രഡിക്ഷൻ ലിസ്റ്റ്. അതെ, പ്രഡിക്ഷൻ ലിസ്റ്റിലെ താരങ്ങൾ എന്റെ പൊന്നെ ഈ സീസൺ 8 കത്തിപ്പടരും. കാരണം അമ്മാതിരി ഐറ്റങ്ങളാണ് ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് ഉള്ളത്. അടി പൊട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കണ്ടന്റ് ആയിരിക്കും. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറിയിൽ നിന്ന്, ഏജ് ഗ്രൂപ്പിൽ നിന്ന്, എന്റെ പൊന്നെ ഒന്നും പറയണ്ട. കാരണം ഇതിനകത്ത് സെലിബ്രിറ്റീസ് ഉണ്ട്, അധികം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, അറിയാവുന്ന ആൾക്കാർ ഒക്കെ ഉള്ളൊരു മിക്സ്ചറാണ് പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ ഒരു ലിസ്റ്റോ? ശരിക്കും ബിഗ് ബോസ് ഇത്തവണ പൊളിക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. സീസൺ 8ന്റെ ഓഡീഷനുകളും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കുറെ പേരുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്. അതെ, കുറെ പേരൊക്കെ ഏതാണ്ടൊക്കെ ആയിരിക്കാണ്. ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മക്കളെ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ പറയൂ, ആരൊക്കെ ബിഗ് ബോസിൽ വന്നാൽ കൊള്ളാമായിരിക്കും, ആരൊക്കെ വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന്. അങ്ങനെ കുറേ പേര് അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എല്ലാ കമന്റുകളും നമുക്കെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, എല്ലാ കമന്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും കൂടുതൽ പേരുകൾ, കുറേ പേര് ഒരേപോലത്തെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള പേരുകളിൽ കൂടുതൽ പേര് വന്നിരിക്കുന്നതിനെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് പ്രേക്ഷകർ. അതെ, പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ബിഗ് ബോസെ, നിങ്ങൾ കേട്ട് നോക്കൂ, നിങ്ങളുടെ പ്രേക്ഷകർ എന്താണ് പറയുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ പറയുന്നു, ഒരു സൂപ്പർ ലിസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഓരോ പേരുകൾ വെച്ചിട്ടാണ് കമന്റ് ചെയ്തെങ്കിലും ഒരു സൂപ്പർ ലിസ്റ്റ് ആണ് അതിന്റെ താഴെ വന്നിരിക്കുന്നത്. അതിനകത്ത് ആരുടെയൊക്കെ പേരുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ സഹിതം കാണിച്ചു തരാം. കാരണം പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണല്ലോ. ഒന്നാമത്തത് സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം സോന നായർ. നിങ്ങൾക്ക് അറിയാമായിരിക്കും സോന നായർ പണ്ട് മുതൽ തന്നെ ഒരുപാട് സിനിമകളിലും ഇപ്പൊ സീരിയലുകളിലൊക്കെ ഇഷ്ടം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണല്ലേ. പേഴ്സണലി എനിക്ക് സോന നായർ ബിഗ് ബോസ് വരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നതാണ്, ഒന്നുപോലെ എൻ്റെ കമന്റോ എൻ്റെ അഭിപ്രായമോ അല്ല, ഇത് പ്രേക്ഷകർ പറയുന്നതാണ്. അടുത്ത് രണ്ടാമതായിട്ട് പ്രേക്ഷകർ പറയുന്നത് അവർക്ക് ബിഗ് ബോസിനകത്ത് മറ്റൊരു ആങ്കറിനെ കാണണമെന്നുള്ളൊരു ചുള്ളനായിട്ടുള്ള ഒരു ആങ്കറാണ്. മറ്റാരുമല്ല, നമ്മുടെ ജീവ ജോസഫ്. ജീവ ബിഗ് ബോസിൽ വരണമെന്ന് കുറേ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ജീവ വരണം എന്നുള്ളത്. അപ്പം ജീവ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ജീവ എക്സ്പോസ് ആവോ, അതോ ജീവ വളരെ സോഷ്യൽ മീഡിയയിലുള്ളവരോട് പോസിറ്റിവിറ്റി ആയിരിക്കുമോ സ്പ്രെഡ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ പ്രേക്ഷകർ അത് കമന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത മൂന്നാമത് കുറച്ച് പേര് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗ. അതെ, ഗ്ലാമി ഗംഗയുടെ പേര് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാമി ഗംഗ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെ? നമ്മളെ വീഡിയോയിലും അതുപോലെ തന്നെ റീലിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ആയിരിക്കുമോ, അതോ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും ഗ്ലാമി ഗംഗ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണേ. അടുത്ത പിന്നെ കുറേ പേര് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടുള്ള നമ്മുടെ പ്രണവ് കൊച്ചുവിൻ്റെ പേരാണ്. കുറേ പേര് ആ പേര് പറഞ്ഞിട്ടുണ്ട്. പ്രണവ് കൊച്ചു വരണം, പ്രണവ് കൊച്ചു വന്നാൽ അടിപൊളി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് കോൺട്രവേഴ്സീസിലൊക്കെ വന്ന് ഭയങ്കര വലിയ വിവാദമായിട്ട് മാറിയതാണ് പ്രണവും പ്രവീണും ഒക്കെ. അപ്പോൾ പ്രവീൺ എന്തായാലും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് മാറി താമസിക്കാണ്. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് നോക്കാനും അവരുടെ സാഹചര്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ അല്ല എന്നാണ് അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രണവിന് ഒരു ചാൻസ് ഉണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത അഞ്ചാമത് കുറേ പേര്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റിവിറ്റി ആണെങ്കിൽ പോലും കുറേ പേര് പറയുന്നത് നമ്മുടെ ട്രാൻസ്വുമൺ ആയിട്ടുള്ള ജാസി ബിഗ് ബോസിൽ വരണം എന്ന് തന്നെയാണ്. കുറേ പേർക്ക് ജാസിയുടെ എന്റർടൈൻമെന്റ് കാണാനും, കുറേ പേർക്ക് ജാസി ഇടയ്ക്കൊക്കെ പറയുന്ന ഫണ്ണ് കേൾക്കാനും, കുറേ പേർക്ക് ജാസിയുടെ കോൺട്രവേഴ്സീസ് അതിനകത്ത് കേൾക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. സോ ജാസി വരണം എന്നും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. അടുത്ത ആറാമത്തെ പേര് നമ്മുടെ സ്വന്തം എന്താ പറയുക, വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന കമന്റേറ്റർ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വരണം എന്നുള്ളത്. ഓൾറെഡി രാഹുൽ ഈശ്വർ മലയാളി ഹൗസ് എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ തന്നെ മറ്റൊരു റിയാലിറ്റി ഷോ പോലത്തെ ഒരു സാധനത്തിൽ വന്നിട്ട് വിന്നറായ ആളാണ്. എന്നാലും അതൊന്നും ബിഗ് ബോസിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കാൻ സാധ്യത ഉള്ള പേരുകളാണ് കേട്ടോ. അതാണ് എനിക്ക് പ്രേക്ഷകരെ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാൻ കാരണം.
ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടപ്പോഴും എനിക്ക് തോന്നിയത് എല്ലാവരും കൂടി. സോ ഭയങ്കര സന്തോഷം. അടുത്ത് 7ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് ഫെയിമിൽ നിന്ന് വരെ നമ്മുടെ പ്രേക്ഷകർ ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിലെ മൗനരാഗം സീരിയൽ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. മലയാളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുള്ള സീരിയലിലെ നായികയായിട്ടുള്ള നമ്മുടെ ഐശ്വര്യ റംസായിയാണ്. സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. പ്രേക്ഷകർ നല്ലൊരു ചോയ്സാണ്. കാരണം ഈ സീരിയലിലെ നടനായിട്ട് അഭിനയിച്ച നലീഫ് ഇപ്പോൾ പുതിയ സീരിയൽ ഇപ്പം കയറാൻ പോകുന്നതേ ഉള്ളൂ വിജയ് TV-യിലെ തമിഴിൽ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ പിന്നെ ഐശ്വര്യയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. അടുത്ത് കുറേ പേര്, അടുത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ അഖിൽ NRDയുടെ പേരാണ്. ഇത് ഞാനും എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരായിരുന്നു അല്ലേ. അപ്പോൾ പ്രേക്ഷകർക്കും അഖിൽ വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് അഖിലിൻ്റെ പേരും എല്ലാവരും പറയുന്നുണ്ട്. ദെൻ അടുത്ത് കുറേ പേര് ഇത്തവണ എല്ലാവർക്കും ഒരു വെറൈറ്റി സ്പെഷ്യൽ കാറ്റഗറിയും കൂടി ആൾക്കാർ നോക്കി വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ ജിസേൽ വന്നു. അതായത് ഓൾറെഡി ഹിന്ദി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസേൽ. അപ്പോൾ അതുപോലെ മറ്റൊരു മുൻപ് ഒരു ബിഗ് ബോസിൽ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബിഗ് ബോസിൽ വരുന്ന ഒരു ആൾ, ആ ഒരു കാറ്റഗറിയിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മുൻപ് ഞാൻ എൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തമിഴിലെ ആയിഷ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ പ്രേക്ഷകർ പറഞ്ഞിരിക്കുകയാണ്, 1-2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ട്രാൻസ്വുമൺ ആയിട്ടുള്ള നമ്മുടെ അപ്സര CJ. ഇതാണ് അപ്സര CJ. ഇപ്പൊ കഴിഞ്ഞ തമിഴ് ബിഗ് ബോസ് സീസൺ 9 വന്നിട്ട് 2ാമത്തെ ആഴ്ചയിൽ എവിക്റ്റ് ആയിപ്പോയി. പുള്ളിക്കാരി മലയാളിയാണ്. തമിഴകത്തിലാണ് കൂടുതലും ട്രെൻഡിങ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പൊ കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്നു. സോ പ്രേക്ഷകരെ നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ വീക്ഷിച്ച് കമന്റ് ചെയ്യുന്നതെന്ന് കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ, അല്ലെങ്കിൽ ഞാനൊക്കെ റിവ്യൂ ചെയ്യാനിരിക്കുന്നതിൽ എനിക്കൊരു അർത്ഥം ഉണ്ടെന്ന് തോന്നിപ്പോവാണ്. കാരണം നിങ്ങൾ കുറേ പേര് ഞാനൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ താഴെ എങ്ങനത്തെ കമന്റ്സ് ആണ് നമ്മൾ ഇടേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കമന്റ് ചെയ്തല്ലോ. അപ്പം ഞാനിങ്ങനെ ആൾക്കാരുടെ ബുദ്ധി ഏത് ലെവൽ വരെ പോകുന്നു നോക്കിക്കേ. എനിക്ക് അന്നേരം ആയിഷയുടെ പേര് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ അപ്സരയുടെ പേര് ആലോചിക്കുന്ന കൂടിയില്ല. അപ്പം നിങ്ങളൊക്കെ അപ്സരയുടെ പേര് അതിന് അടിയിൽ വന്നിടും. അപ്പം ഞാൻ കൊള്ളാം, നമ്മുടെ ഓഡിയൻസ് ഒത്തിരി അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഓരോ സീസൺ കഴിയുന്നവർ അവർക്ക് കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സന്തോഷം. അടുത്ത് 10ാമത്തെ പേര്, കുറേ പേര് കഴിഞ്ഞ വർഷം കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പേരാണ്. ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. പ്രേക്ഷകരും പറയുന്നു നമ്മുടെ സ്വന്തം രോഹൻ ലോണയാണ്. ഇൻ്റർവ്യൂവറൊക്കെ ആയിട്ടുള്ള രോഹൻ ലോണ. രോഹൻ വന്നു കഴിഞ്ഞാൽ ഇടിച്ചിടിച്ച് വാക് പോരാട്ടവും ടാസ്കും ഒക്കെ ആയിട്ട് നല്ല വാക് സാമർത്ഥ്യവും വാക് ചാതുര്യവും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. പ്രേക്ഷകർക്കും ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കും അവർ കമന്റ് ചെയ്തത്. അടുത്ത 11ാമത്തെ പേര് ഒരു ആക്ട്രസ് ആണ്. കഴിഞ്ഞ തവണ നമ്മുടെ ലിസ്റ്റുകളിലൊക്കെ അവസാനം വരെ നമ്മൾ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരാണ്. അപ്പോൾ ഇത്തവണ ഞാൻ ആ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞില്ല, പക്ഷെ കുറേ പേര് അത് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നമ്മുടെ അവന്തിക മോഹൻ. നമുക്ക് നോക്കാം കേട്ടോ, ബിഗ് ബോസിലേക്ക് വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ട്രസ് ആയിട്ടുള്ള അവന്തിക മോഹൻ. അടുത്ത് ഒരു ഫുഡ് ബ്ലോഗറിന്റെ പേരാണ് എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ഫുഡ് ബ്ലോഗറാണ്. പാവങ്ങളെയൊക്കെ സഹായിക്കുകയും ടാസ്കുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സ്വന്തം അൽ ഫുഡി സൂരജിന്റെ പേര് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ പോയി ഞാനെടുത്ത് തപ്പട്ടെ. അപ്പോൾ അൽഫുഡി സൂരജും വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പറഞ്ഞത്. വരട്ടെ അല്ലേ. അൽഫുഡി സൂരജിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പോലെ തന്നെയാണോ യഥാർത്ഥ ലൈഫിലെന്ന് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ. അപ്പോൾ അൽഫുഡി സൂരജ് വരട്ടെ. ഇതാണ് അൽഫുഡി സൂരജ്. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോയുടെ കാണിച്ചു തരാം. കുറച്ചും കൂടി സൂം ചെയ്ത ഫോട്ടോ ഞാൻ കാണിക്കുമ്പോൾ ഫേസ് നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ അൽഫുഡി സൂരജ്. അപ്പം സൂരജ് വരണം എന്നും കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. ബിഗ് ബോസ് വിളിക്കാൻ സാധ്യത ഉള്ള ഒരാൾ കൂടിയാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ. അടുത്ത് കുറേ പേര് കമന്റ് ചെയ്തിരിക്കുന്ന ഒരു പേര് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷഫീന ബീവി റിയാക്ഷൻ ചാനൽ നടത്തുന്ന ഷഫീന ബീവി. എന്നെയൊക്കെ കുറേ പുള്ളിക്കാർ വിമർശിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഒരു വൃത്തികെട്ട ലെവലിൽ എന്നെ ചിത്രീകരിക്കുന്ന കുറച്ച് പേരുണ്ട്. വൃത്തികെട്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരം താന്ന തെറിയും വിളിച്ചുകാർ പറയുന്നവരുണ്ട്. ഇവരെന്നെ അങ്ങനെ അല്ല ട്രോൾ ചെയ്തിരിക്കുന്നത്, മര്യാദയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോ ഇഷ്യൂസ്. അപ്പോൾ ഷബീന ബീവി നല്ലൊരു ചാൻസ് ആണ് കേട്ടോ. കാരണം സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും, എന്നാൽ നമ്മുടെ ഒരു പഴയ ചിന്താഗതിയല്ല, പുതിയ ചിന്താഗതിയല്ല, അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പഴയ ചിന്താഗതിയിലൂടെ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അതിലും നല്ലതാണ്, പുതിയ ചിന്താഗതിയിലെ കുറേ കാര്യങ്ങൾ നല്ലതാണ് എന്നൊരു സ്റ്റാൻഡാണ് പുള്ളിക്കാരി എടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് ഷബീന ബീവി വരണമെന്ന് പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പുള്ളിക്കാരി വരണം. കാരണം പുള്ളിക്കാരിക്ക് ചിലപ്പം കുറേ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന്
പുള്ളിക്കാരിക്ക് എന്തും പറയാനുള്ള ഒരു ധൈര്യമുണ്ട്, ഒരു ഗട്സ് ഉണ്ട്. ആ ഒരു ഗട്സ് ബിഗ് ബോസിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ജനതയെ മൊത്തത്തിൽ എന്ത് ചെയ്യും, സ്വാധീനിക്കപ്പെടും. അപ്പൊ അത് എങ്ങനെ പുള്ളിക്കാരി യൂസ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് ഒരു ഒരു മോട്ടിവേഷനായി മാറുമോ അതോ മറ്റെന്തെങ്കിലും ആയി മാറുമോ എന്ന് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സോ ഷഫീന ബീവിക്ക് കോൾ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത് കുറെ പേര് പറഞ്ഞിരിക്കുന്നത് യുവത്വത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ സ്വന്തം കുക്ക് വിത്ത് കോമാളിയിലെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഹംഗ്രി മഹിയുടെ പേരാണ്. ഹംഗ്രി മഹി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കുക്ക് വിത്ത് കോമാളി, അതായത് കോമഡി കുക്സിൽ നിന്നും എല്ലാ പ്രാവശ്യവും ആൾക്കാരെ എടുക്കുന്നതാണ് നമ്മുടെ തമിഴിലൊക്കെ. സോ മലയാളത്തിലും ഇത്തവണയാണ് കോമഡി കുക്സ് വന്നത്, തള്ളിക്കളയാൻ പറ്റില്ല. 1, 2, 3 പേര് പോലും ചിലപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഹംഗ്രി മഹി ഹാസ് എ ഗ്രേറ്റ് ചാൻസ്. അടുത്ത പേര് നമ്മൾ എനിക്ക് തോന്നുന്നു സീസൺ 6 നമ്മൾ പ്രഡിക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ആലീസ് ക്രിസ്റ്റിയാണ്. ആലീസ് ക്രിസ്റ്റി വരണം എന്ന് കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്ത സൗന്ദര്യം എന്നൊക്കെ പറയാനാണ് ആലീസ് ക്രിസ്റ്റിയെ പേഴ്സണലി എനിക്കിഷ്ടം. കാരണം മാഷാ അല്ലാഹ് നല്ലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ആലീസ് ക്രിസ്റ്റി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പുള്ളിക്കാരുടെ പേരിൽ എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്സീസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാത്രം പോരല്ലോ, പോസിറ്റിവിറ്റിയും വേണമല്ലോ. അപ്പോൾ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആലീസ് ക്രിസ്റ്റിയുടെ പേര് നിങ്ങൾ പറഞ്ഞ നല്ലൊരു ഓപ്ഷൻ. ആലീസിനൊക്കെ കോള് പോകാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത് 16ാമത്തെ പേര് നമ്മുടെ സ്വന്തം തട്ടിയും മുട്ടിയും അല്ലെങ്കിൽ ഉപ്പും മുളകിലെ നമ്മുടെ സ്വന്തം സിദ്ധുവളിയൻ സിദ്ധാർത്ഥ് പ്രഭുവാണ്. അപ്പൊ സിദ്ധാർത്ഥ് പ്രഭുവിന് നല്ലൊരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് ഒക്കെ വിളിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനും ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയും, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഓരോ വർഷത്തിലെയും ഇൻ്റർവ്യൂവേഴ്സും ആങ്കേഴ്സും ഒക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഇങ്ങനെ മാറി വരും. ഇത്തവണയും കുറേ പേരുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് നമ്മുടെ കെന്നാഷ് ഷാൽബിൻ, അതായത് ആങ്കർ ആയിട്ടുള്ള നമ്മുടെ കെന്നാഷ് ഷാൽബിൻ. നിങ്ങൾക്ക് അറിയാം, ഈ ലുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പുള്ളിക്കാരിനെ. കാരണം ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ഒരു സൈഡ് വ്യൂവിലൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ കെന്നാഷ് ഷാൽബിൻ കുറച്ച് പോസിറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. സോ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ ഇപ്പോൾ പറയുന്നത്, എനിക്ക് സൗണ്ട് പൊക്കാൻ വയ്യ, എൻ്റെ കൈ മസിൽ ഉടഞ്ഞിരിക്കുകയാണ്. ഈ കൈ മസിൽ ഉടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൈയിട്ടുള്ള എൻ്റെ പതിവ് പരിപാടി നടക്കണില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതാണ് ഞാൻ ശബ്ദം താത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ചികിറാൻ വയ്യ. അടുത്ത് 18ാമത്തെ പേരായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നോക്ക് മക്കളെ നോക്ക അങ്ങോട്ട കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ആകാശ് പരമേശ്വരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെവിൻ്റെയൊക്കെ ഒരു വൈബ് കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല രസമായിരിക്കൂലേ സീസൺ. അപ്പോൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു കമൻറ്റ് ഓപ്ഷനാണ്. അടുത്ത് നിങ്ങൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേരാണ് നമ്മുടെ കുക്ക് വിത്ത് കോമഡിയിൽ, അതായത് കോമഡി കുക്സിലെ ആങ്കർ ആയിട്ടുള്ള ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ട്വിങ്കിൾ ഷീതലിൻ്റെ പേരാണ്. നല്ലൊരു ഓപ്ഷനാണ്. മേ ബി ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ട്വിങ്കിൾ ഷീതൽ അവിടെ ഇരുന്നോട്ടെ. അടുത്ത് 20ാമത്തെ പേര് കുറച്ച് പേര് പറയുന്നത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉപ്പും മുളകിലെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ഒക്കെ നമ്മൾ ഈ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും നമുക്ക് ഈ പേര് ബിഗ് ബോസിനകത്ത് കിട്ടും. നമ്മുടെ സ്വന്തം ബിജു സോപാനമാണ്. ഉപ്പും മുളകിലെ ബാലു ബിഗ് ബോസിലേക്ക് വരട്ടെ അല്ലേ, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് കുറച്ച് പേര് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേരാണ് ഡാൻസർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരുടെ പേര്. ഈ പുള്ളിക്കാരിയും സുന്ദരി തന്നെയാണ്, സിംഗിൾ ആയ ഒരു പുള്ളിക്കാരിയാണ്. സോ ബിഗ് ബോസ് വരട്ടെ അല്ലേ. ഇതേ നോക്കൂ, പുള്ളിക്കാരുടെ പേര് അനില എന്നാണ്. ഇതാണ് അനില. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഈ പുള്ളിക്കാരെയും ബിഗ് ബോസിലേക്ക് വരട്ടെ. നമുക്ക് എന്താ പറയുക, ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ ആൾക്കാർ വേണം. അപ്പോൾ ഡാൻസർ കാറ്റഗറിയിൽ നിന്നൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ പുള്ളിക്കാരുടെ പ്രൊഫൈൽ ഞാൻ വിസിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു പ്രൊഫൈലാണ്. അനിൽകുമാർ. അടുത്ത 22ാമത്തത് കുറേ പേര് ഈ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ വന്ന അടിപൊളിയായിരിക്കും, കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും എനിക്ക് തോന്നുന്നു അവസാനം ഓഡീഷൻ കഴിഞ്ഞ ഘട്ടങ്ങളിലും അതിന് മുന്നത്തതും എനിക്ക് തോന്നുന്നു സീസൺ 5 മുതൽ ഞാൻ എൻ്റെ പ്രഡിക്ഷനിൽ വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ആക്ടറായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അപ്പോൾ ക്രിസ്റ്റി ഇത്തവണയെങ്കിലും വരട്ടെ അല്ലേ. 2-3 വർഷമായി നമ്മൾ ക്രിസ്റ്റിയുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തവണ പ്രേക്ഷകർ വരെ തുടങ്ങിയിരിക്കുകയാണ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ്. സോ ക്രിസ്റ്റി വരണം എന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി നല്ല സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ കുറച്ചധികം സിനിമകളിലും എല്ലാ സിനിമകളിലും വേഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ പുള്ളി. ഭയങ്കര വലിയ റോൾ അല്ലെങ്കിലും ചെയ്യുന്ന റോളുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടാറുണ്ട്. സോ ക്രിസ്റ്റി വരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ട്. പ്രേക്ഷകരുടെ ആ ഒരു കമൻറ്റും നല്ലത് തന്നെയാണ്. അപ്പോൾ 22 പേരുകളാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനകത്ത് 10, 70, 80ഓളം പേരുകൾ വന്നിട്ടുണ്ട്.
അതിൽ നിന്നും കുറേ പേരുകളൊക്കെ സെയിം ആണ്, കുറേ ഡിഫറെൻറ്റ് പേരുകളുണ്ട്. പിന്നെ ചാൻസസ് കുറവുള്ള പേരുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഉൾപ്പെടുത്തിയത്. നിങ്ങൾ പറഞ്ഞ പേരുകളുടെ എണ്ണം എത്ര എണ്ണം ഓരോ പേരുകൾ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഇവർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്തൊരു പാർഷ്വാലിറ്റിയും കാണിച്ചിട്ടല്ല ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക വീഡിയോസിനായിട്ട്, ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രേക്ഷകരുടെ കോണ്ടന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. മീൻസ് ബിഗ് ബോസ് എങ്ങനെ ആയിരിക്കണം ഇത്തവണ, ബിഗ് ബോസിൻ്റെ എന്തൊക്കെ മാറ്റം വരണം, എന്തൊക്കെ മാറരുത്, ലാലേട്ടൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് എങ്ങനെ കളിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ കോണ്ടന്റ് വീഡിയോസൊക്കെ നമുക്ക് ഇടാം. ഞാൻ ഉറപ്പായിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ചേർത്ത് വെച്ച് നമുക്കൊരു വീഡിയോ ഇടാം. എൻ്റെ പ്രേക്ഷകരെ വൺസ് അഗെയിൻ ഉമ്മ മക്കളെ, കാരണം നിങ്ങൾ അത്രയും അടിപൊളിയായിട്ട് നല്ല നല്ല കമൻസ് ആ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്നിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയും കുറേ കമൻസ് എൻ്റെ വാട്സാപ്പിൽ കുറേ പേര് അയച്ചു തരുന്നുണ്ട് ആ വീഡിയോയുടെ ഭാഗമായിട്ട്. പക്ഷേ ഓൾറെഡി ഇത്രയും പേര് സെലക്ട് ആയി പോയി. നേരത്തെ തന്നെ ഞാനത് സെലക്ട് ആക്കി, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ സെലക്ട് ആക്കി വന്നതാണ്. അപ്പോൾ ഇനിയും പേര് പറയാൻ പറ്റത്തില്ല. ആകെ 20 പേര് പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ പറഞ്ഞാണ് 22 ആയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. എനിക്ക് അലയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ അട്ടഹസിച്ച് കീറും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.